60 രൂപയുടെ ഒരു പാളയ്ക്കകത്ത് 60 രൂപ. അതിൻ്റെ ജ്യൂസാണ്. ഡ്രൈവർ ചേഞ്ച് ചെയ്തിരിക്കുന്നു. ന്യൂ ഡ്രൈവർ അപ്പോയിൻറ്റഡ് ഫ്രം തമിഴ്നാട്, തങ്കച്ചി. ഓ, നല്ല നീറ്റ് റോഡ്. ഇത് LNT റോഡാണ് അല്ലേ? LNT റോഡാണ്. NH 544 ക്രോസിങ് കാവേരി. നമ്മൾ കാവേരി നദി ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കേസ് നമ്മൾ കേരളം വിടുവാണ്. വാളയാർ ചെക്ക് പോസ്റ്റ് ഏരിയ ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് കിടക്കുന്നു. എന്താണോ ഞാൻ കണ്ടില്ല. മുല്ലയാണെന്നോ കേട്ടോ. മുല്ല കൃഷി. പല വെറൈറ്റി ഓഫ് കൃഷിയാണ്. അതെ തമിഴ്നാട്ടിലോട് ചെന്ന് കഴിഞ്ഞാൽ പിള്ളേരുണ്ടായിരുന്നെങ്കിൽ പശുവിനെയൊക്കെ നോക്കി. അതെ. കരിമ്പന ഉണ്ടോ? പാലക്കാടിൻ്റെ പ്രത്യേകതയാണ്. കരിമ്പന നിൽക്കുന്നുണ്ടോ? നങ്ക്, ചാമ്പങ്ങ, ഞാവൽ. അതെന്താ സാധനമാണ്? ആലി, ആത്തച്ചക്കയല്ല. നമുക്കൊന്ന് ട്രൈ ചെയ്താലോ? ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ. യെസ് ഗേസ്, നമുക്കൊന്ന് നങ്ക് ട്രൈ ചെയ്യാം. ഗേസ്, അപ്പോൾ നമ്മൾ നങ്ക് കഴിക്കാൻ പോവാണ്. ഇതാണ് നങ്ക് ജ്യൂസ്. ഇത്രത്തിനകത്ത് 60 രൂപ പറഞ്ഞ കേട്ടോ. ഇതൊരു പാളയാണ് 60 രൂപ. 60 രൂപയുടെ ഒരു പാളയ്ക്കകത്ത് 60 രൂപ. അതിൻ്റെ ജ്യൂസാണ്. ഓക്കെ. ഇവിടുന്ന് ഇങ്ങനെയാണ് കുടിക്കുന്നത്. എങ്ങനെയുണ്ട്? വേണ്ടേ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ചില പുള്ളിക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ കേസ് ഇത് ഇത്രയും 5 എണ്ണം 50 രൂപയുടെ സാധനമാണ്. ഇപ്പോൾ എവിടെ നമ്മൾ കോയമ്പത്തൂർ ടൗണ് ബൈപ്പാസ് വഴി പോയിക്കൊണ്ടിരിക്കുന്നു. ടൗണിൽ കയറുന്നില്ല. അപ്പോൾ സേലം 135 നമുക്ക് സേലം പോകണ്ടേ. ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ മേട്ടുപ്പാളയം ഊട്ടി ഒക്കെ പോവാം. നമുക്ക് നേരെ സേലം വഴി ഹൊസൂർ, ബാംഗ്ലൂർ. അപ്പം ഇന്നത്തെ നമ്മുടെ സ്റ്റേ എവിടെയാ നീന? ബാംഗ്ലൂർ. ബംഗളൂരു. ഇതുവരെ റൈഡെല്ലാം കംഫർട്ടായിരുന്നു. അവിടുന്ന് പാലക്കാടുന്ന് ഇങ്ങോട്ട് 544 NH കയറുമ്പോൾ മിക്സ് ട്രാഫിക്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 10-30 കിലോമീറ്റർ അല്ലേ? 50 കിലോമീറ്റർ എടുത്ത്. അപ്പോൾ ഭയങ്കര പാടായിരുന്നു. കേരളത്തിൽ അതിലും സ്പീഡിലാണ് ഓടിയേ. ഇവിടെ നെയ്യപ്പത്തേനും 6 വേ ആയി. അപ്പോൾ കോയമ്പത്തൂർ കഴിഞ്ഞു. ബൈപ്പാസ് വഴി ടൗണിൽ കയറിയില്ല. ആ സെൻറ്ററിൽ ആ പുല്ല് വെച്ചേക്കുന്ന നോക്കി. എന്നാ നീറ്റായിട്ടാണ് പുല്ല് നിൽക്കുന്നത് അല്ലേ? ഒരു മണിയായല്ലോ നീന? 2 മണി. ഓ, കഴിക്കാൻ വെജ് നോൺ വെജ്?
നോൺ വെജ്. നോൺ വെജ് കഴിക്കാം. അല്ലെങ്കിൽ ഇവിടെ തന്നെ മുമ്പോട്ട് ഒരു പോകുമ്പോഴത്തേക്ക് കരിങ്കോഴി ബിരിയാണി, ഇവിടുത്തെ സ്പെഷ്യൽ എന്താ കരിങ്കോഴി ബിരിയാണി എവിടെ കിട്ടുന്നത് അന്വേഷിക്കാം. എന്തായാലും നല്ല റോഡ് കിട്ടി. സേഫ് എക്സ്പ്രസ്സിന് വണ്ടി പോകുന്നുണ്ട് അനീന. അത് നമുക്ക് നോർത്ത് ഇന്ത്യയൊക്കെ പോകുമ്പോൾ ബൈക്ക് കയറ്റി വിടാം. നല്ല ഇപ്പോൾ സേഫ് എക്സ്പ്രസ്സാണ് ട്രെയിനിൻ്റെ. നല്ല രീതിയിൽ സേഫായിട്ട് 2 വീലേഴ്സൊക്കെ പാക്ക് ചെയ്ത് അങ്ങ് എത്തിക്കുന്നുണ്ട്. നോർത്ത് ഇന്ത്യൻ ട്രിപ്പൊക്കെ പോകുകയാണെങ്കിൽ റൈഡ് ചെയ്ത് പോകണ്ട. ബൈക്കിന് ഇന്ത്യ ക്രോസ് ചെയ്യാൻ പാടല്ലേ, ടെമ്പറേച്ചർ ചൂട് അല്ല, നല്ല ക്ലൈമറ്റ് ആയിരിക്കണം. അങ്ങനെയുള്ളപ്പോൾ സേഫ് എക്സ്പ്രസ് നല്ലൊരു ഓപ്ഷനാണ്. ബൈക്കിൻ്റെ കാര്യം അന്വേഷിച്ചായിരുന്നു. അത് CC വെച്ചിട്ട് നമ്മുടെ 650 cc വണ്ടിയല്ലേ. അപ്പോൾ അതിന് ഓൾമോസ്റ്റ് 12,000 പ്ലസ് GST ആണ് പറഞ്ഞത്. ഏതാണ്ട് 15,000 രൂപ അടുത്ത് വരും. അപ്പ് ഡൗൺ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ആകുമ്പോൾ 30,000 രൂപ. പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഓൾമോസ്റ്റ് 20, ഏകദേശം 50,000 രൂപ അപ്പ് ഡൗൺ പോയി വരാൻ, ബൈക്ക് കൊണ്ടുപോകാനും എല്ലാം കൂടെ ആയിട്ട്. പിക്കപ്സ് നല്ല നീറ്റ് റോഡാണ് ഇത്. LNT റോഡാണ് അല്ലേ, LNT റോഡാണ് NH 544. നമ്മള് ലഞ്ച് കഴിക്കാൻ വേണ്ടിയുള്ള റെസ്റ്റോറന്റ് തപ്പല്ലായിരുന്നു. എന്താ ചെട്ടിയാർ എന്തായിരുന്നു നമ്മള് ചെട്ടിയാർ കടായി, ആ റെസ്റ്റോറന്റ് തപ്പിയുള്ള ചെട്ടിയാർ കടായി 100 മീറ്റർ എന്നല്ലേ കാണിച്ചത്. അപ്പൊ 100 മീറ്റർ ആയി. എടുത്ത് നോക്കിയാലോ. KFC 4 കിലോമീറ്റർ, 303 കിലോമീറ്റേഴ്സ് ബംഗളൂരു. നമുക്കിനി 303 കിലോമീറ്ററുടെ യാത്ര ചെയ്യണം. ആര്യ സുൽത്താൻ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് കാണിക്കുന്നു. ആര്യ കാണിക്കുന്നു. ശ്രീനിവാസ AC റൂംസ്. നമ്മൾ പെട്രോൾ പമ്പാണ് തപ്പി നടന്നത്. നമ്മളന്ന് സ്റ്റേ ചെയ്തതല്ലേ സെബി, ഓർക്കുന്നുണ്ടോ? ഹോട്ടൽ ശ്രീനിവാസ്. പെട്രോൾ പമ്പ് തപ്പി നടക്കുമായിരുന്നു, ഒറ്റ പെട്രോൾ പമ്പ് കാണത്തില്ലായിരുന്നു. ഇപ്പൊ ഹോട്ടൽ നോക്കിയാൽ പിന്നെ ഒറ്റ ഹോട്ടൽ കാണത്തില്ല. എല്ലാം പുറകോട്ട് ആ സൈഡിലാണ് കാണിക്കുന്നത്. 5.4 കിലോമീറ്റർ. എന്ത് എന്നിട്ട് ചെട്ടിനാടോ നമ്മള് റെസ്റ്റോറന്റ് തപ്പിയുള്ള നടത്തത്തിലാണ്. ഇതുവരെ ഒരെണ്ണം പോലും കണ്ടിട്ടില്ല. എല്ലാം ഓപ്പോസിറ്റ് സൈഡിലാണ് കാണിക്കുന്നത് മൊത്തം. ചെട്ടിയാർ കടായി യൂട്ടേണാണ് കാണിക്കുന്നത്. 4.6 കിലോമീറ്റർ. വിജയുടെ വിജയ് ആരാ, തലവരാണോ അതോ മുതൽവനാണോ? ഇത്രയും നാളും വിജയുടെ ഫിലിംസ് കണ്ട് നമ്മൾ കോരിത്തരിച്ചു. ഇനി ഭരണം കണ്ട് ഡെവലപ്മെന്റ് കണ്ട് നമ്മൾ കോരിത്തരിക്കോ എന്ന് കണ്ടറിയാം. അതെ, തമിഴ്നാടു.
ഇപ്പം നമ്മൾ 544 നമ്മുടെ വഴിയിൽ നിന്ന് നമ്മൾ യു ടേൺ എടുത്തു. ചെട്ടിയാർ കടായി റെസ്റ്റോറൻറ്റ് തപ്പി യു ടേൺ എടുത്തു നമ്മൾ. ഞങ്ങള് മുൻപ് ബാംഗ്ലൂർ പോയപ്പോഴത്തേക്ക് താമസിച്ച ഹോട്ടല്. യെസ്, അത് ചെട്ടിയാറാണോ? അല്ലല്ലോ, ചോല കഫേ. നമ്മൾ ബൈ റോഡ് എക്സിറ്റ് ചെയ്യാൻ പറഞ്ഞു. എക്സിറ്റ് ചെയ്തു. ഈ ഷോട്ട് നമ്മൾ ചെട്ടിയാർ കടായിലെ എൻഡ് ചെയ്യുള്ളൂ. കംപ്രസറുമായിട്ടാണ് ചേട്ടൻ പോകുന്ന വണ്ടിയാൽ. ഇവിടെ ഈ ടി വി എസിൻ്റെ ഈ ലൂണ ഉള്ളതുകൊണ്ടേ പിക്കപ്പിനൊന്നും വലിയ ഓട്ടോ ഇല്ല ഇവിടെ. അതെ അതെ, ഇത് ടി വി എസിൻ്റെ ലൂണ കഴിഞ്ഞാൽ പിന്നെ ഹെവി ഗുഡ്സേ ഉള്ളൂ. ഈ നമ്മൾ ഓക്കെ, യെസ്, വി ആർ നിയർ ടു 2 kilometers. അതെ അതെ അതെ, എല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് ട്രിം ചെയ്ത് അടുക്കി ഒരുക്കി. ഇൻഫ്രാസ്ട്രക്ചേഴ്സ് തമിഴ്നാട്. ഒരു 100-120 ഒന്നും അല്ല സ്പീഡ്. നമ്മളൊരു 120-ലൊക്കെ പോകുമ്പോഴേ, റെഗുലർ ഓടിക്കുന്നവരെ സംബന്ധിച്ചാൽ യൂസ് ടു ആയിരിക്കും. നമ്മളൊരു 120-ലൊക്കെ പോകുമ്പോഴത്തേനേ വളരെ ഫാസ്റ്റായിട്ടാണ് വണ്ടി കയറി പോകുന്നത്. അപ്പോൾ ഒരു 140-160 ഒക്കെ റെഗുലർ സ്പീഡാണ്. ഇവിടുത്തെ വണ്ടിയുടെ സ്പീഡ് കാണുമ്പോഴേ അറിയാമല്ലോ നമ്മളൊക്കെ എന്ത്. യെസ്, ഇവിടെ തന്നെ ആയിരുന്നു ചെട്ടിയാർ കടായി. 100 മീറ്റർ അകത്തേക്കാണോ അതോ? അത് തന്നെ ആ കാണുന്നത്. അപ്പുറത്തുണ്ടോ ചെട്ടിയാർ കടായി? HP പെട്രോൾ പമ്പിൻ്റെ കൂടത്തിൽ തന്നെയായിരുന്നു. തിരുപ്പൂർ മറ്റേ ഇവിടെ ഓരോ സ്ഥലത്തിൻ്റെ പേരിലാണ് സ്പെഷ്യാലിറ്റി ഫുഡിലെ. മറ്റേത് ദിണ്ടിഗൽ തലപ്പാക്കട്ടിയല്ലേ, ദിണ്ടിഗൽ. ഇത് തിരുപ്പൂർ ചെട്ടിയാർ കടായിയാണ്. മറ്റേ A to B ഏതാ? ഇതല്ലേ? യെസ് യെസ് യെസ്. അത്രയോ അകത്തിരുന്നുകൊണ്ടാണ് നമ്മൾ കാണാതെ പോയത്. അത് കിച്ചണാണ്. റെസ്റ്റോറൻ്റ് നമ്മൾ ഓർത്തു. അപ്പുറത്ത് AC ഉണ്ട്. ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഉള്ള പരിപാടിയാണ്. ഉച്ചയായി. ഉച്ചയല്ല, ഉച്ച കഴിഞ്ഞു. 2:30 സമയം. ഇതാണ് ചെട്ടിയാർ കടായി റെസ്റ്റോറൻറ്റ്. ഫുഡ് കഴിച്ചതിന് ശേഷം എൻ്റെ റിവ്യൂ പറയാം. നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് നമ്മൾ ടാഗ് ചെയ്തിരിക്കുന്നത് സേലമാണ്. നമ്മൾ സ്റ്റേ ബാംഗ്ലൂരാണ്. ഈ സേലം ഓൾമോസ്റ്റ് 100 കിലോമീറ്റേഴ്സും കൂടെ ഉള്ള.
AC റൂം, നല്ല റെസ്റ്റോറൻ്റാണ്. എന്താണ് പറയുന്നത്? കരിങ്കോഴി ബിരിയാണി കിടക്കുമോ? ഇല്ല. ആ പൊരിയില്ല. ആ ഓക്കെ. ബ്രോയിലറല്ല, നാടൻ, തമിഴ്നാട് നാടൻ കരിങ്കോഴി ഇല്ല. നാട്ടുകോഴി ബിരിയാണി ഇല്ല. ആ ഓക്കെ ഓക്കെ. കരിങ്കോഴി ബിരിയാണി. ஆமாம், எங்கள் சிக்னேச்சர் வந்து டைனமிக் சிக்கன், ஹாட் பெப்பர் ஆந்திராக்காரில் எங்களோட சிக்னேச்சர் டைனமிக் சிக்கன். ஆமாம், நல்ல ஸ்பைஸியாக இருக்கும். காரம் சாப்பிட்டீங்கன்னா எங்களோட சிக்னேச்சரில் நல்லா இருக்கும், நல்லா ப்ராப்ளமாக இருக்கும். சிக்கன் வந்து டைனாமிக் ஒரு பிரியாணி പറഞ്ഞിട്ടുണ്ടോ? ഇത് സ്റ്റാർട്ടറാണ്. ചിക്കൻ ഡൈനാമൈറ്റ് നമ്മൾ ഓക്കെ. ഒരു ഡൈനാമൈറ്റ് ഒരു ബിരിയാണിയും പറഞ്ഞു നോക്കാം. ആ അപ്പം നമ്മൾ ഏതാ പറഞ്ഞേക്കുന്നത്? ഹോട്ട് പെപ്പറോ? ഒരു ഡൈനാമിക് ചിക്കനും ഒരു ബിരിയാണി. ബിരിയാണി ഏത് ബിരിയാണി? അങ്ങനെ ഇല്ല അല്ലേ? ഓക്കെ, ചിക്കൻ ബിരിയാണി. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഫുഡ് വന്നു. நல்லா இருக்கு. குடிக்க என்ன இருக்கு? குடிக்காத எல்லை பாயசம், லெமன் ஜூஸ், லெமன் சோடா. എന്ത് ബിരിയാണിയാണ്? ചിക്കൻ ബിരിയാണി. ഇത് ഡൈനാമിക് ചിക്കൻ അല്ലേ? ഓക്കെ, നല്ല ടേസ്റ്റായിരുന്നു. സ്പൈസി എന്ന് പറഞ്ഞത് നല്ല സ്പൈസിയാണ്. നമ്മൾ കുടിക്കാനൊന്നും പറഞ്ഞില്ല, പക്ഷേ കുടിക്കാനൊന്നും ഇല്ലാതെ നടക്കുകയല്ല. ചെട്ടിയാർ കടായി, പേർമനല്ലൂർ എന്ന് പറയുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. കോയമ്പത്തൂരിനും ഈറോഡിനും ഇടയ്ക്ക്. നല്ല ടേസ്റ്റ് ഉണ്ട്. ബില്ല് വരട്ടെ, ബില്ലിൻ്റെ കാര്യം പറയാം. ഹായ്. അപ്പം നമ്മുടെ ഡ്രൈവർ ചേഞ്ച് ചെയ്തിരിക്കുന്നു. ന്യൂ ഡ്രൈവർ അപ്പോയിൻറ്റഡ് ഫ്രം തമിഴ്നാട്, തങ്കച്ചി കൊണ്ടാട്ടി. 4 വർഷം തമിഴ്നാട്ടിൽ കിടന്ന് വളർന്നവളാണ് ഞാൻ. അപ്പം ഞങ്ങൾ ലഞ്ച് കഴിഞ്ഞു. റെസ്റ്റോറൻറ്റിൻ്റെ പേരെന്തായിരുന്നു? ചെട്ടിയാർ. തിരുപ്പൂർ ചെട്ടിയാർ കടായി റെസ്റ്റോറൻറ്റ്. ഇത് മലയാളി നടത്തുന്ന. ഓ ശരി ശരി. ഓക്കെ, നല്ല ഫുഡായിരുന്നു. എത്രയായി കോസ്റ്റ്? 600 റുപ്പീസ്. ഒരു ബിരിയാണി, ഒരു ചിക്കൻ ഡൈനാമൈറ്റ്, പിന്നെ ഒരു നാന്, ഒരു സോഡ ലൈം. ഓക്കെ, ചെറിയ കോസ്റ്റ്ലി ആയിട്ട് തോന്നി അല്ലേ? ഡൈനാമൈറ്റ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ നാട്ടിലെ പോലെ ഡൈനാമൈറ്റ് ഇറ്റാലിയൻ ആണോ അല്ലേ? പക്ഷേ ഇതൊരു നാടൻ ചിക്കൻ. അതെ അതെ, സ്പൈസിയാണ്, നല്ല ഹെവി സ്പൈസി ആയിരുന്നു. ഓ നീന, യു റിയലി ഇംപ്രൂവ്ഡ്. Flying. Yes. ഇല്ല പോക്കോ, കുഴപ്പമില്ല, പെട്ടെന്ന് ചെല്ലാമല്ലോ. അതെ അതെ അതെ, പുഴുവിനെ പാറ്റയൊന്നും കഴിച്ചേക്കല്ല.
ഹൊസൂർ, ഈറോഡ് 43, സേലം 100, ബാംഗ്ലൂർ 303. അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ റേഞ്ചൊക്കെ വിട്ട് ഈറോഡ് എടുത്തുകൊണ്ടിരിക്കുന്നു. ഈറോഡ് ഇനി 40 കിലോമീറ്റർ ഉണ്ട്. ഒത്തിരി ലേറ്റാണ് കേട്ടോ. ഒത്തിരി ലേറ്റ് മീൻസ് ഇറങ്ങിയപ്പോഴേ താമസിച്ചു പോയി. 3 മണിക്കൂർ ലേറ്റ് ആയി. ശ്രീ ആനന്ദ ഭവൻ, MDS ബേക്കേഴ്സ്. ബ്രേക്കെല്ലാം പാഡും ഡിസ്കും എല്ലാം മാറി കഴിഞ്ഞപ്പോൾ നല്ല കണ്ടീഷനായല്ലേ. പക്ഷേ കോൺഫിഡൻ്റ് ആയിട്ട് വിടാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാനൊന്ന് ഉറങ്ങിപ്പോയായിരുന്നു. ഓക്കെ ആണോ? കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ആയാലും ഓടിക്കാൻ തുടങ്ങിയിട്ട്. ഏതാ നമ്മുടെ മെയിൻ A2Bയുടെ ഫുൾഫോന അടയാർ ആനന്ദഭവൻ. നമ്മുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണല്ലേ. ട്രൈ ചെയ്തിട്ടുള്ള അതെ കോഫിയും ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അവിടെ. A2B മിക്കവാറും ആളുകൾ പിന്നെ സൗത്ത് ഇന്ത്യ ഓൾ ഓവർ ഉണ്ട്. എനിക്കൊന്ന് കേരളം ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഉണ്ട് സൗത്ത് ഇന്ത്യയിൽ. ഇപ്പോൾ നമ്മൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നാമക്കൽ ഡിസ്ട്രിക്റ്റാണ്. നല്ല ഭംഗിയുള്ള സ്ഥലം. നാമക്കലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സേലത്തിനും കരൂരിനും ഇടയ്ക്കായിട്ടുള്ളൊരു സ്ഥലമാണ് ഇത്. കോഴി വളർത്തല്ല ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളത്. എക്സിറ്റി എന്ന് ഒക്കെ അറിയപ്പെടാറുണ്ട് നാമക്കൽ. എൻ്റെ കാര്യം ഞാൻ ChatGPT ചെയ്ത് നോക്കിയപ്പം കണ്ടത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മുട്ട ഉൽപ്പാദന കേന്ദ്രം നാമക്കലാണെന്നാണ് ChatGPT പറയുന്നത്. എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് എഗ്ഗും കാര്യങ്ങളൊക്കെ. പിന്നെ ട്രാൻസ്പോർട്ടിങ് കമ്പനികൾ ഒരുപാട്, തമിഴ്നാട്ടിലെ ട്രാൻസ്പോർട്ടിങ് കമ്പനികൾ ഒരുപാടുള്ള സ്ഥലമാണ് തമിഴ്നാട് ഈ നാമക്കൽ. അത് ശരിയാണ്, കറക്റ്റ്. ഇത് നമ്മൾ ലെഫ്റ്റ് റൈറ്റ് നോക്കുമ്പോൾ ഇഷ്ടം പോലെയാണ് വണ്ടികളും ലോറികളും എല്ലാം ഒതുക്കിയിരിക്കുന്നത്. നാമക്കൽ ആഞ്ജനേയ ടെമ്പിൾ, ഒരു ഹനുമാൻ ടെമ്പിൾ ഇവിടെ വളരെ ഫേമസാണ്. നാമക്കൽ കോട്ട ഒരു കുന്നിൻ്റെ മുകളിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ കുന്നിൻ്റെ മുകളിലാണോ? കൃഷി കാര്യങ്ങളിലെല്ലാം വളരെ ഫേമസ് ആണ് നാമക്കൽ ഏരിയ. നല്ല കൃഷി സ്ഥലങ്ങളൊക്കെ സൈഡിൽ കാണുന്നുണ്ട്. പശുക്കളും ഒരു പശുത്തൊഴുത്തൊക്കെയാണ്. അങ്ങനെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പാല് ഡയറക്റ്റ് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. നമുക്കൊരു ബോട്ടിലുണ്ടെങ്കിൽ ഇടയ്ക്ക് നമ്മളൊരു കുക്കിങ്ങൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട്. ഇടയ്ക്ക് ചായയൊക്കെ ഇട്ട് കുടിക്കാനും. ഇപ്പം ശരിക്കും പറഞ്ഞാൽ കേരളം പോലെ പച്ചപ്പാണ് തമിഴ്നാട്ടിലൂടെ വന്നല്ലേ. പണ്ടൊക്കെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിടന്ന, ഇപ്പോൾ പച്ചപ്പ് ഇതുപോലെ കാണുന്ന കേരളത്തിൽ ഇതുപോലെ പച്ചപ്പ് ഇപ്പം ഇല്ല. എന്തൊരു ഗ്രീനറിയാന്ന് നോക്കി. നല്ല ഭംഗി സ്ഥലം കാണാൻ.
ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ ആ ആ ആ നീന പഠിച്ചത് എഞ്ചിനീയറിങ് തേനി. ഭാരത് നികേതൻ. ക്രോസിംഗ് കാവേരി. നമ്മൾ കാവേരി നദി ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓ, ആ കാണുന്ന റെയിൽവേ ലൈൻ അങ്ങ്. സൈഡിൽ സ്റ്റിക്കർ ചെയ്തിരിക്കുന്നതുകൊണ്ട് പലരും റോഡ് സൈഡ് പിടിച്ച് റൂട്ട് നോക്കുന്നുണ്ട്. നമ്മൾ ഏത് റൂട്ട് എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ധർമ്മപുരി അടുത്തിരിക്കുന്നു. സമയം 6:15. ഈവനിങ് ഒരു 6-7 ആകുമ്പോൾ ബാംഗ്ലൂരിലെന്ന് വിചാരിച്ചത്. പക്ഷേ രാവിലെ ഇറങ്ങിയ സമയം ലേറ്റായി. അതുപോലെ ഓൺ ദ വേയിൽ റോഡ് ഒരു ഇച്ചിരി വർക്കൊക്കെ നടക്കുന്നതിൻ്റെ ഡിലേ. അപ്പോൾ നല്ലൊരു സ്ഥലം കണ്ടപ്പോഴത്തേനും ഒന്ന് നിർത്തിയതാണ്. ഇപ്പോൾ ഒരു ലിങ്ക് റോഡാണ്, മെയിൻ ഹൈവേ അല്ല ഇത്, എന്നുവെച്ചല്ല. നല്ലൊരു കൃഷി സ്ഥലമൊക്കെ ആയിട്ട് ഇവിടെ ഇറക്കി ഒരു ഡ്രോൺ ഷൂട്ടൊക്കെ ചെയ്തു. അങ്ങനെ നമ്മുടെ സിക്കിം യാത്ര ഇന്ന് ഏകദേശം സന്ധ്യയോടുകൂടി എത്തിയിരിക്കുന്നു. ബാംഗ്ലൂരിൽ എന്ന് സ്റ്റേ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. എപ്പോൾ എത്തുമെന്നൊരു ഐഡിയ ഇല്ല. ഇടയ്ക്ക് ഇനി ചെല്ലാൻ താമസിച്ചാൽ ചിലപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് തന്നെ ഹോൾട്ട് ചെയ്യേണ്ടി വരും, ബാംഗ്ലൂർ എത്തുന്നതിന് മുമ്പ് തന്നെ. കേസ് അങ്ങനെ നമ്മൾ കൃഷ്ണഗിരി കയറ്റം കയറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല ഒരു ആക്സിഡൻറ്റിൻ്റെ സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കയറ്റം, ട്രക്കുകളെല്ലാം നല്ലപോലെ ഇഴഞ്ഞുകൊണ്ടിരിക്കുക. നല്ല ക്രോളിങ്ങാണ് ഇവിടെ. സോ ഈ ഏരിയ എത്തുമ്പോൾ ബി കെയർഫുൾ. അതിനിടയ്ക്ക് വണ്ടികളെല്ലാം ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് കയറിപ്പോകാനുള്ള തിരക്കും എല്ലാം കൂടെ വന്നിട്ട് NH44 വർക്ക് വളരെ കാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വീതി കുറവുണ്ട്. പിന്നെ ട്രക്കുകൾ ഹെവി ട്രാഫിക്കാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലെഫ്റ്റ് കയറാനും ഇറങ്ങാനും നമ്മൾ നോക്കുകയും മറ്റു വണ്ടികൾ വരികയും പോവുകയും ഓവർടേക്ക് ചെയ്യാൻ നോക്കുകയും എല്ലാം കൂടെ ചെയ്യുമ്പോഴത്തേനും ഭയങ്കര ജാമാണ്. നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും ആക്സിഡൻറ്റ് നടക്കുന്നത്. എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ ഇച്ചിരി ലേറ്റായി. ഇറങ്ങാൻ താമസിച്ച 2 മണിക്കൂർ നമുക്കൊരു 4 മണിക്കൂറിന് ഡിലേ ആണ് ഓൺ ദ റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ നമ്മൾ ഇറങ്ങുമ്പം നാട്ടിൽ നിന്നൊക്കെ കേരളത്തിൽ നിന്ന് ഇറങ്ങുവാണെങ്കിൽ ഓൺ ടൈമിൽ തന്നെ പരമാവധി ഒരു നേരം വെളുക്കുന്ന സമയത്ത് ഏതെങ്കിലും ബോർഡർ വിടാനായിട്ടുള്ള പ്ലാനിങ്ങിൽ ഇറങ്ങാവുള്ളൂ. അല്ലെങ്കിൽ ഉച്ച വരെ സമയം അങ്ങനെ പോകും. ഇപ്പോൾ ഞങ്ങൾ ധർമ്മപുരിയാണ്. A2B റെസ്റ്റോറൻറ്റ്, ഓൾമോസ്റ്റ് 150 കിലോമീറ്റേഴ്സ് അവേ ഫ്രം ബാംഗ്ലൂർ. സമയം 7:30 ഒരുപാട് ലേറ്റായി. എന്തായാലും ഞങ്ങളിന്ന് സ്റ്റേ ബാംഗ്ലൂർ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. A2B റെസ്റ്റോറൻറ്റ് ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്യണം.
നല്ല ഹൈജീനായിട്ടുള്ള വാഷ്റൂംസ്, ഒരു നല്ല റെസ്റ്റ് റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല റെസ്റ്റോറൻറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല റഷാണ് എപ്പോഴും. ഇത് സാധാരണ സൗത്ത് ഇന്ത്യ നല്ലപോലുള്ളതാണ്. ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഉണ്ട്. ഇത് വളരെ ചെറിയൊരു ഔട്ട്ലെറ്റായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ വളരെ മിക്കവാറും ട്രൈ ചെയ്തിട്ടുള്ളവർക്കൊക്കെ അറിയാം. പ്ലീസ് കമൻറ്റ് ദർ എക്സ്പീരിയൻസ്. ചിപ്സ്, മിക്സർ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. അടേ ദോശ ഇൻസ്റ്റൻറ്റ് മിക്സുകളാണത്. റെഡി ടു കുക്കാണ്. ഇത് ട്രാവൽ ചെയ്യുന്ന ഞങ്ങളെപ്പോലെ ട്രാവൽ ചെയ്യുന്നവരെയൊക്കെ സംബന്ധിച്ച് ഇത് റെഡി ടു കുക്ക് ഐറ്റംസാണ്. ഇത് വാങ്ങിച്ച് നേരെ അങ്ങ് ഈസി ആയിട്ട് കുക്ക് ചെയ്യാം. പെട്ടെന്ന് തന്നെ ഇരിക്കുന്ന എല്ലാം റെഡി ടു കുക്ക് ഐറ്റംസാണ്. പിന്നെ പേട, മിൽക്ക് പേട ഐറ്റംസ്, ഇരിക്കുന്ന മോത്തി ലഡുവൊക്കെ അടിപൊളിയാണ്. നല്ല ഗീല് വളരെ സോഫ്റ്റായിട്ടുള്ള സാധനങ്ങൾ. പിക്കിൾസ്, അതുപോലെ ക്രൗഡ് കണ്ടോ. ഇതിപ്പോൾ ക്രൗഡ് കുറവാണ്, എന്നാലും എപ്പോഴും ഫുൾ ടൈം ട്രാഫിക് ആയിരിക്കും. കേസ് ഞങ്ങൾ ഇലക്ട്രോണിക്സ് ബാംഗ്ലൂർ എടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സമയം 9:30. ഞങ്ങൾ ടൈമൊന്നും നോക്കുന്നില്ല. അപ്പം വരുന്ന വഴിക്ക് രാത്രിയിലൊരു കാഴ്ച കണ്ടു. അതിനകത്ത് വളരെ ചെറുതായിട്ട് ലൈറ്റ് കാണത്തുള്ളൂ. ഒരു ലൈറ്റിൻ്റെ പാടമാണ്. എന്താണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്ത് തരണം. എന്തായാലും ഒന്ന് ഡ്രോണ് ഫ്ലൈ നോക്കാൻ പോവുക, ഈ ഏരിയ മുഴുവൻ എന്താ സംഭവം എന്നുള്ളത്. എന്തായാലും കണ്ടിട്ട് വളരെ അത്ഭുതമായിട്ട് തോന്നുന്നു. നമുക്ക് ഇവിടെ വെക്കുക, നമുക്കൊന്ന് ടേക്ക് ഓഫ് ചെയ്ത് നോക്കാം. ഇതെന്താണ് എന്ന് ഒരു പിടുത്തമില്ല, ബട്ട് ഇതെന്താണെന്നൊന്ന് റെഫർ ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതുണ്ടോ, നമ്മളെന്തായാലും ഒന്ന് ലിഫ്റ്റ് ചെയ്യുക. മാക്സിമം ഹൈറ്റിലെത്തി. ഇതുണ്ടോ, ഈ ഏരിയ മുഴുവൻ ഇതാണ് സംഭവം. ഇത് ലൊക്കേഷൻ കറക്റ്റ് ചെയ്യാനൊന്ന് നോക്കിയിട്ട് പറയാം. സംതിങ് എന്തോ ഒരു ഫ്ലവേഴ്സോ സംതിങ്, എന്തോ ഒരു ഫാമിംഗ് ആണ്. ഇതുണ്ടോ, കടൽ പോലെ ഈ ഏരിയ മുഴുവൻ കിടക്കുവാണ്. ഒന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മൂവ് ചെയ്ത് നോക്കാം. ഇത് ഇത് ഏകദേശം ഹൊസൂർ അടുത്താണ്. ലൊക്കേഷൻ കൃത്യമായിട്ട് നോക്കിയിട്ട് പറയാം. ഇനി ഇത് ഏക്കർ കണക്കിന് കണ്ണെത്താത്ത ദൂരത്തിൽ പാടം കണക്കിന് കിടക്കുവാണ് ലൈറ്റ്. ഒന്ന് ക്ലോസ് ടു ഒന്ന് കൊണ്ടുവരാവേ. അത്ര എക്സ്പീരിയൻസ്ഡ് ഒരു ഡ്രോൺ പൈലറ്റ് അല്ല. എനിക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പാടുണ്ട്. ഈ ഒരു പർട്ടിക്കുലർ ഐറ്റം ഒന്ന് താത്ത് നോക്കാവേ.
ആക്ച്വലി ഇതാണ് സംഭവം. മാക്സിമം ക്ലോസ് ടു ആയിട്ട് നിർത്തിയില്ല. ലൈൻ കമ്പി വല്ലതും ഉണ്ടോയെന്ന് അറിയത്തില്ല. എന്താണ് സംഭവം എന്നറിയില്ല. ഇനി ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് പറയാം. ഇനി നേരിട്ട് കാണുന്നത് ഇതൊരു വലിയൊരു കാഴ്ചയാണ്. കടൽ പോലെ കിടക്കുവാണ്, ഏക്കർ കണക്കിന്.